മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം കൃഷ്ണൻ കാരണം പല സ്ഥലങ്ങളിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും തലകുനിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരൊറ്റ ആഗ്രഹം കൂടി എനിക്ക് സാധിപ്പിച്ച് കൊടുക്കാറുണ്ട്. അവർ രണ്ടുപേരും ഹജ്ജിന് പറഞ്ഞയക്കണമെന്നുണ്ട്. അല്ലടോ, കൃഷ്ണൻ കാരണം തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വന്നു എന്നുള്ളതാ. അതെനിക്ക് മനസ്സിലായില്ല. കൃഷ്ണൻ കാരണം തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വന്നു. ഉപ്പയെയും ഉമ്മയെയും എങ്ങനെ ഹജ്ജിനൊന്ന് പറഞ്ഞേക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കാട്ടിക്കൂട്ടലുകൾ കോമഡിയാണ് കേട്ടോ. ഒരുപാട് ആളുകളുടെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഹിന്ദുവിനും താല്പര്യമില്ല, ക്രിസ്ത്യനും താല്പര്യമില്ല, മുസ്ലിമിനും താല്പര്യമില്ല. ആ രീതിയിലേക്ക് ഇവർ തന്നെ സ്വയം പോയിട്ട് അങ്ങ് പോയി വീണതാണ്, വേറെ ഒന്നുമല്ല. പരമാവധി ആളുകൾ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ. ഇപ്പൊ ചാനലിലെ വ്യൂ വളരെ വളരെ ഡൗൺ ആണ്. പ്രധാനപ്പെട്ട പല വാർത്തകളും ആളുകളിലേക്ക് എത്തുന്നില്ല. നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചതിന് ശേഷം, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം, ഷെയറും ചെയ്തതിന് ശേഷം ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പൊ തുടർന്ന് കേൾക്കാം. നമുക്ക് ജസ്ന സലീം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാം. കാരണം മതം എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവരെയും എന്നെയും എല്ലായിടത്തും വല്ലാത്തൊരു പരീക്ഷണത്തിന് ഉണ്ടായത്. പലരും